ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ്. ഞാനിത് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീരശൈവ ജുങ്കുമ മത്തിനെ പറ്റിയാണ്. ഇതൊരു 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നൊരു മോൺസ്റ്ററിയാണ്. അപ്പോൾ ഈ വീടിപ്പോൾ സ്ഥിതി ചെയ്യുന്നതും ഇത് വാങ്ങി ഡിസ്മാൻഡിൽ ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തേക്കുന്നത് ഹെറിറ്റേജ് വില്ലേജാണ് മണിപ്പാലിൽ. അവിടെ ഞാൻ നേരത്തെ 3 വീട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 28ഓളം വീടുകളിൽ 24 നമുക്ക് എൻട്രി ഉണ്ട്. എല്ലാ വീട്ടിലെ എൻട്രി ചെയ്യുമ്പോഴും നമ്മൾ ചെരുപ്പ് ഊരി വെക്കണം. 4 അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതിലൊരെണ്ണമാണ് ഈ ജുങ്കുമ മർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ വൈഭവം തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഒരുപാട് തൂണുകളിലാണ് ഈ മോൺസ്റ്ററി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ പടികൾ നേരെ മുകളിലോട്ട്, ഏറ്റവും മുകളിലാണ് ഒരു പീഠമുള്ളത്. ചുറ്റും തളം പോലെ ഏരിയകളുണ്ട്, ചിത്രപ്പണികളുള്ള വലിയ വാതിലുകളുണ്ട്. പിന്നെ നമ്മൾ സീലിങ്ങിൽ നോക്കിയാലും അതിശയിച്ചു പോകുന്ന കണക്കിനുള്ള പുരാതനമായ ശില്പങ്ങൾ, കൊത്തുപണികളാണ് നടന്നിരിക്കുന്നത്. പഴയകാലത്തെ വീടുകൾ പോലെ വലിയ ജനലുകൾ, കാറ്റ് പൊളിച്ചോ കയറാൻ വേണ്ടി മതിലിലെ ചിത്രങ്ങൾ, അതേപോലെ അന്നത്തെ കാലത്തുള്ള ഭടന്മാരുടെ പ്രതിമകൾ. സെൻട്രൽ കോർട്ടിൽ നന്ദിയുടെ വിഗ്രഹമുണ്ട്. ഇത് അവരുടെ പൂജാമുറിയാണ്. നമ്മൾ പുരാതന സാധനങ്ങളോട് എത്താണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ചിരിക്കുന്നത്. സീലിംഗ് എല്ലാം മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഏത് മുറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാലും നേരെ വരുന്നത് സെൻട്രൽ കോർട്ടിലാണ്, അകത്തളത്തിലാണ് നേരെ വരുന്നത്. ഈ നടുമുറ്റത്താണ് നന്ദീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തുളസിത്തറയുണ്ട്. കരിങ്കല്ലിൻ്റെയും മരത്തിൻ്റെ തൂണുകളിലാണ് ഈ മോൺസ്റ്ററി, ഈ വീട് ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. ആ വീട്ടിൽ ആ മോൺസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം എല്ലാം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഹിസ്റ്ററിയായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഹെറിറ്റേജ് വില്ലേജിൽ കയറണം. മണിപ്പാലിൽ നിന്ന് 1.2 കിലോമീറ്റർ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.